ദിവ്യകാരുണ്യ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തൻ്റെ ദൈവമക്കളോട് കൂടെ എപ്പോഴും ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്നാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുക. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: 28:20 യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മനുഷ്യമക്കളോട് കൂടെയായിരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അകമഴിഞ്ഞ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് വിശുദ്ധ കുർബാന. ലോകാവസാനത്തോളം തൻ്റെ പ്രിയപ്പെട്ട മക്കളോടുകൂടെ അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരുപോലെ അവരുടെ കരം പിടിച്ച് ഒപ്പം നടക്കാൻ, കൂടെ നടക്കാൻ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പലപ്പോഴും കൂടെ നടക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പരാജയം. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് ഈശോ തിരുവത്താഴ മേശയിൽ എടുത്തുയർത്തിയപ്പോൾ അതിൻ്റെ പൂർത്തീകരണം നാം കാണുക കാൽവരിയിലെ ഈശോയുടെ ബലിയർപ്പണത്തിലാണ്. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട് ആ ഒരു കുടുംബത്തിൻ്റെ മാത്രം രക്ഷകനായി മാറിയിട്ടുണ്ടെങ്കിൽ, പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ ഈശോയുടെ രക്തം മനുഷ്യരാശിയെ മുഴുവനും രക്ഷയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ 3:16 നാം കാണുന്നു, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്, ഓർക്കണം, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം പുത്രനെ നൽകുവാൻ ദൈവം തിരുമനസ്സായി എന്നുള്ളത്. ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം പുത്രനെ നൽകി. പുത്രൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം ജീവനെ തന്നെയും സ്വന്തം ശരീരവും രക്തവും മനുഷ്യ മക്കൾക്ക് വിലയായി നൽകി, സമ്മാനമായി നൽകി. തൻ്റെ സാന്നിധ്യത്തെ തൻ്റെ പ്രിയ മനുഷ്യ മക്കളോടുകൂടെ ഈശോ വിശുദ്ധ കുർബാനയിലൂടെ സ്ഥിരപ്പെടുത്തി. ഈജിപ്തിനെ ശിക്ഷിച്ചും ഇസ്രായേലിനെ അനുഗ്രഹിച്ചും കൊണ്ടുള്ള സംഹാരദൂതൻ്റെ കടന്നുപോക്കാണ് പഴയ പെസഹ എങ്കിൽ, പുതിയ പെസഹ ഒരു കടന്നു പോകലല്ല, ഒരു കടന്നു വരവാണ്. ദിവ്യകാരുണ്യമായി നമ്മോട് കൂടെ വസിക്കുവാനുള്ള ഈശോയുടെ അകമഴിഞ്ഞ ആഗ്രഹവും കടന്നുവരലുമാണ് വിശുദ്ധ കുർബാന. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്ന് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 6:51 തിരുവചനത്തിൽ പറയുന്നത് കേവലം ഒന്ന് കടന്നുവന്ന് തിരികെ പോകുന്നവനായി മാറാനല്ല, മറിച്ച് കടന്നുവന്ന് നമ്മോട് കൂടെ എപ്പോഴും സ്ഥിരമായി നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ലോകാവസാനത്തോളം കൂടെയായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓർക്കാം, നമ്മുടെ ജീവിതങ്ങളിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എന്തുമാകട്ടെ, ഈശോ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യം വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നുണ്ട്. വിശ്വാസം എന്നാൽ നിന്റെ കരം പിടിച്ച് നിന്നോടൊപ്പം നിന്റെ സന്തോഷങ്ങളിലും നിന്റെ സങ്കടങ്ങളിലും ഒരുപോലെ നിന്റെ ഈശോയുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണെങ്കിൽ, നീ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ തോൽക്കുവാൻ നിന്റെ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള വലിയ തിരിച്ചറിവാണ് പ്രത്യാശ. പ്രിയമുള്ളവരെ, പ്രത്യാശയോടെ വിശ്വാസത്തോടുകൂടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ സ്നേഹവും സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു സംഭവം ഇപ്രകാരമാണ്. ദൈവവിരോധികളായ കുറേ തീവ്രവാദികൾ ഒരു ആശ്രമ ദേവാലയം കത്തിച്ചാമ്പലാക്കുകയാണ്. അവിടെയുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളും രൂപങ്ങളും എല്ലാം അവർ തച്ചുടച്ചു. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന സന്യാസികളോട് ഇപ്രകാരം ആക്രോശിച്ചു: നിങ്ങളുടെ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന എല്ലാം നമ്മൾ കത്തി നശിപ്പിച്ചു, എല്ലാം ചുട്ടു ചാമ്പലാക്കി. ഇനി നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കും? അപ്പോൾ ഏറെ ശാന്തതയോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ നിശബ്ദനായി ഒരു സന്യാസവര്യൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് ഈ മനോഹരമായ ദേവാലയത്തെയും ഈ ദേവാലയത്തിൻ്റെ മനോഹരമായ കൊത്തുപണികളെയും പ്രാർത്ഥനാ പുസ്തകങ്ങളെയും എല്ലാം ചുട്ടു ചാമ്പലാക്കാം, പക്ഷേ വിളിച്ചാൽ വിളിപ്പുറത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന ഞങ്ങളുടെ ദൈവിക സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നശിപ്പിക്കുവാനോ തച്ചുടച്ചു കളയുവാനോ കത്തിച്ചു ചാമ്പലാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു രഹസ്യമാണ്. ആ അപ്പത്തിൻ്റെ പിന്നിലെ അതിതീവ്രമായ സ്നേഹത്തിൻ്റെ ചരിത്രം, ആ അപ്പത്തിൻ്റെ പിന്നിലെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രത്യാശയോടെയുള്ള ഉയർപ്പിൻ്റെയും ചരിത്രം അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഈശോനാഥൻ അനുഭവിച്ച അതേ പെസഹ രഹസ്യങ്ങൾ ഓരോ അൾത്താരയിലും ഇന്നും അർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദ തീവ്രത, ആ ഒരു തീക്ഷ്ണത, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. കൂടെയുള്ള ദൈവത്തിൻ്റെ ചിത്രം, എപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈശോയുടെ സാന്നിധ്യം, അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല.
അതെ, അവൻ പറഞ്ഞ ആ ഓർമ്മ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന ഈശോയുടെ വാക്യം, അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും ഒരിക്കലും അവസാനിക്കാത്ത, നിലയ്ക്കാത്ത ഓർമ്മയായി ഈശോയുടെ സാന്നിധ്യം എക്കാലവും നിലനിൽക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം നമ്മളോടും പറയുക, തീർച്ചയായും ഏതു ജീവിത പ്രതിസന്ധികളിലും ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനും സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ള വലിയ പാഠമാണ്. ജീവിതത്തിൽ പ്രതീക്ഷകൾക്കപ്പുറത്ത് വേദനകളും സങ്കടങ്ങളും കടന്നു വന്നാലും നീ തോൽക്കുവാൻ അനുവദിക്കാത്ത നിന്റെ ദൈവം കൂടെയുണ്ട് എന്നുള്ള വലിയ ഓർമ്മയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിൽ എത്ര പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും ദേവാലയങ്ങളും മറ്റും നശിപ്പിക്കപ്പെട്ടാലും ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, അപ്പത്തിൽ സന്നിഹിതനാകുന്ന ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും അനുഭവിക്കുവാൻ നമുക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ തന്നെയാണ് സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകുന്നത്. മറ്റ് ലോകമത നേതാക്കളൊക്കെ ഇതുപോലുള്ള കൽപ്പനകളൊക്കെ നൽകിയിട്ടുണ്ടാകാം. പക്ഷേ ഈശോയുടെ കൽപ്പനയുടെ വ്യതിരിക്തത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോ ഒരു മാതൃക നൽകിയിട്ടാണ് തൻ്റെ കൽപ്പന നമ്മളോട് പറയുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച്, ആ സ്നേഹം എന്താണെന്ന് പഠിച്ച് ആ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനുള്ള വലിയ ഒരു ക്ഷണമാണ് ഓരോ വിശുദ്ധ ബലിയും. ഓർക്കാം, അന്ത്യത്താഴമേശ സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മയായി മാറുമ്പോഴും അവിടെ ചതിയുടെയും വഞ്ചനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഏകാന്തതയുടെയും മാനസിക ശാരീരിക ആത്മീയ സഹനങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈശോ സ്നേഹത്തിൻ്റെ ഈ പുതിയ കൽപ്പന നമുക്ക് നൽകുന്നത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഒത്തിരിയേറെ സഹനങ്ങൾ കടന്നു വരുമ്പോഴും ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ആ സ്നേഹത്തിൽ ജീവിക്കാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ നമുക്കും സാധിക്കണം. സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുന്ന ഈശോ പത്രോസിനോട് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളോടും ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ലൗകിക സമ്പത്തിനേക്കാൾ, മാനുഷികമായിട്ടുള്ള ജോലിയേക്കാൾ, മറ്റ് പഠനങ്ങളെക്കാൾ, മറ്റ് വ്യക്തികളെക്കാൾ, പ്രിയപ്പെട്ടവരെക്കാൾ എനിക്കെൻ്റെ ഈശോയെ എന്ന് സ്നേഹിക്കാൻ പറ്റുന്നുവോ? ആത്മാർത്ഥമായി ഹൃദയത്തിൽ മുഴുവനായി ഈശോയെ കൊണ്ട് നിറച്ച് എനിക്കെന്ന് ഈശോയെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നുവോ? പരിപൂർണ സമ്പൂർണ്ണ സമർപ്പണത്തോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നുവോ? അന്ന് നമ്മളും സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ പുതിയ ഭാഗവാക്കുകളായി മാറും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുകയാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.